അറിയാമല്ലോ, ഒരു വർഷം മുന്നേ കയറിയാൽ എത്രത്തോളം സാലറിയിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു PSC ജോലിക്കായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്ത് എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ ആൾക്കാരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രത്തോളമാണ്, എന്തൊക്കെ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് അത് അനുഭവിച്ചതുകൊണ്ട് തന്നെ അറിയാം. അപ്പം ആ സംഘർഷങ്ങൾ ഏറ്റവും കുറയ്ക്കുക അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് കയറുക, അതിലേക്കുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ PSC ജോലിക്ക് പഠിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 3 ഗ്രൂപ്പ് ആൾക്കാരെ നമുക്കതിൽ കാണാൻ കഴിയും. ഒരു കൂട്ടം ആൾക്കാരെ ഒന്ന് ശ്രമിച്ച് നോക്കാം എന്ന രീതിയിൽ പഠിക്കുന്ന ആൾക്കാരെ കാണാം. എങ്ങനെയെങ്കിലും ലിസ്റ്റ് കയറണം എന്ന് വെച്ച് പഠിക്കുന്ന ആൾക്കാരെ കാണാം. മറ്റൊരു ഗ്രൂപ്പ് എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറണം, അല്ലെങ്കിൽ ഇത്രാം റാങ്കിനുള്ളിൽ 100-ാം റാങ്കിനുള്ളിൽ അല്ലെങ്കിൽ 50-ാം റാങ്കിനുള്ളിൽ എനിക്ക് എത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി പഠിക്കുന്ന ആൾക്കാരെ നമുക്കതിൽ കാണാൻ കഴിയും. ഇതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കുറച്ച് ശ്രമിച്ച് അതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. 1-2 വർഷം വെറുതെ വേസ്റ്റായി പോകുന്നത് നമുക്ക് കാണാം. രണ്ടാമത്തെ ഗ്രൂപ്പ് എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ കയറണമെന്ന ലക്ഷ്യത്തോടു കൂടി പഠിക്കുന്നവർ 1-2 വർഷം പഠിച്ച് ലിസ്റ്റിൽ കയറുന്നത് നമുക്ക് കാണാം. മൂന്നാമത്തെ ഗ്രൂപ്പ് വളരെ പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറിയിട്ടും കാണാം. അപ്പോൾ ഞാൻ ഇതിൽ പറയാൻ വിചാരിക്കുന്നത്, നിങ്ങളും എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത് എന്നാണ്. കാരണം ഞാനും ഇതിലെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെട്ട ആളായിരുന്നു. അതിൻ്റെ പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എങ്ങനെയെങ്കിലും എനിക്ക് ലിസ്റ്റിൽ കയറണമെന്ന ചിന്തയിലായിരുന്നു ഞാൻ ആദ്യഘട്ടത്തിൽ പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 2 വർഷം 3 വർഷമൊക്കെ എടുത്തിട്ട് ലിസ്റ്റിൽ കയറുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇതിലേക്ക് ലക്ഷ്യം വെച്ചത്. ജോലി എനിക്ക് കിട്ടണം, ഇത്ര റാങ്കിനുള്ളിലേക്ക് എനിക്ക് വരണം എന്ന ലക്ഷ്യം അതിനു ശേഷമാണ് വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അതിലേക്ക് എത്തുകയും ജോലി കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, തുടക്കത്തിൽ തന്നെ എങ്ങനെ ലിസ്റ്റ് കയറണമെന്ന് വിചാരിക്കാതെ ഇത്രാം റാങ്കിനുള്ളിൽ എനിക്ക് എത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ കാലതാമസം ഒഴിവാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് കയറാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ലിസ്റ്റിൽ കയറി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളെത്താനാവുമ്പോഴായിരിക്കും റാങ്ക് ലിസ്റ്റ് ക്ലോസ് ആവും, വർഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അത്രയും നമ്മൾ ജോലിയിൽ കയറേണ്ട സമയം അങ്ങോട്ട് നീണ്ടു പോകും. അപ്പോൾ ആ നീണ്ടു പോകുമ്പോഴേ എന്തൊക്കെയാണ് ഉണ്ടാവുക നമുക്ക് അറിയാമല്ലോ. ഒരു വർഷം മുന്നേ കയറിയാൽ എത്രത്തോളം സാലറിയിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ PSCക്കായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്, ഇത്ര റാങ്കിനുള്ളിൽ എനിക്ക് 50 റാങ്കിൻ്റെ ഉള്ളിൽ എത്തണം, അല്ലെങ്കിൽ 100-ാം റാങ്കിൽ എത്ര റാങ്കിന് ഉള്ളിലുള്ളവർക്കാണ് ആ ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും ആ പരിധിക്കുള്ളിൽ എനിക്ക് എത്തണം, ആ റാങ്കിനുള്ളിൽ എത്തണമെന്ന തികഞ്ഞ ലക്ഷ്യത്തോട് കൂടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കാണാം, തീർച്ചയായും നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. നിങ്ങളത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാതെ ജസ്റ്റ് ലിസ്റ്റിൽ കയറാൻ വേണ്ടി നമ്മൾ വിചാരിച്ച് ചെയ്താൽ നമുക്ക് ലിസ്റ്റിൽ കയറാൻ മാത്രമേ സാധിക്കുള്ളൂ. ജോലിയിലേക്ക് എത്താൻ വീണ്ടും താമസം വരും. അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് എത്തിച്ചേരുക എന്നാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ അത് തന്നെ ചിന്തിക്കുക, അത് തന്നെ വിഷ്വലൈസ് ചെയ്യുക. മറ്റ് കാണുന്ന സ്ഥലങ്ങളിലും നമ്മളത് എഴുതി വയ്ക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ കയറണമെന്ന രീതിയിലാണ് ഞാൻ ആദ്യം പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് വർഷം പോയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടാതിരിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. അങ്ങനെ സമയം നമുക്ക് നീണ്ടു പോകുമ്പോൾ അതിനനുസരിച്ച് പ്രയാസങ്ങളും മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കുത്തുവാക്കുകളും ഒക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.
താങ്ക് യു.